നമസ്കാരം സുഹൃത്തുക്കളെ, ദിസ് ഇസ് മിഥുൻ. വെൽക്കം ടു മൈ ടോക്ക് ഷോ. ഞാൻ എന്തുകൊണ്ടാണ് ഇറാൻ അമേരിക്ക പറയുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട വീഡിയോ നിർത്തിയിരിക്കുന്നത്? ഒരുപാട് സുഹൃത്തുക്കൾ ചാനൽ അണ്ടറിൽ ചോദിക്കുകയാണ്, തേങ്ങ ഉടയ്ക്ക് സ്വാമി ഉടയ്ക്കാതായപ്പോൾ മിഥുൻ വേറെ വിഷയമായി വന്നിരിക്കുന്നു ഒരുപാട് പേര് പറയുന്നു. ഞാൻ അന്നും ഇന്നും 50 ദിവസങ്ങൾക്ക് മുമ്പും നിങ്ങളുടെ സഹോദരനായ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, അതായത് യുദ്ധമുണ്ടാകാൻ പോകുന്നില്ല. ഓക്കെ, ട്രംപ് 4-5 കപ്പലിട്ടാലും 5-10 കപ്പൽ വന്നാലും എളുപ്പത്തിൽ ഇറാനും അമേരിക്കയിലും യുദ്ധത്തിൽ വരികയില്ല. അന്നും പറയുന്നു, ഇന്നും പറയും, നാളെയും പറയുകയാണ്, ഒരിക്കലും വരാൻ സാധ്യതയില്ല. എന്തുകൊണ്ട് നമുക്ക് പരിശോധിക്കാം. അതായത് ഒരു കാര്യം നിങ്ങൾ മലയാളികൾ വ്യക്തമാക്കി മനസ്സിലാക്കണം. അതായത് ഇറാൻ എന്ന് പറയുന്നത് ലിബിയോ അല്ലെങ്കിൽ ടുണീഷ്യയോ അല്ലെങ്കിൽ വേറെയുള്ള രാജ്യങ്ങളെ പോലെയല്ല. ഒരു ഫാമിലി പരിവാറല്ല ഇറാനിൽ ഭരിക്കുന്നത്. ഒരു ഭരണമല്ല, ഗദാഫിയുടെ കീഴിൽ കുറെ പേര് ഇവിടെ ഭരിക്കുന്നു. മറ്റേ അവിടെയുള്ള ഒരാളുടെ കുടുംബ ഭരണമല്ല ഇറാനിൽ. അവിടെ ഒരു മെക്കാനിസം ഉണ്ട്. 40-50 വർഷമായിട്ട് നിലനിന്നു പോരുന്ന ഒരു മെക്കാനിസമാണ്. ആ മെക്കാനിസത്തെയാണ് ട്രംപ് തകർക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നത് വെച്ചാൽ, ഇസ്ലാമിക് റെജീം സർവൈവലിന് വേണ്ടി പൊരുതുകയാണ്. കാരണം അവരുടെ ആയുധമാണ് ഇപ്പോഴത്തെ റെജീം എന്ന് പറയും. ഇതും കൂടി പോയാൽ അവസാനിച്ചു. അപ്പം അതുകൊണ്ട് നമ്മുടെ ഇസ്രായേൽ ചെയ്യുന്ന പോലെ, ഇസ്രായേൽ എന്ന സർവൈവൽ, ഫൈറ്റിംഗ് ഫോർ സർവൈവൽ. അവരെന്തുകൊണ്ട് ഹമാസും ഹിസ്ബുള്ളയും അല്ലെങ്കിൽ അവിടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരും അതോടൊപ്പം അറബ് ദേശങ്ങൾക്കെതിരായിട്ട് ഇസ്രായേൽ പൊരുതുകയാണ്. ഇസ്രായേലിന്റെ പൊരുതുക പോലെ തന്നെയാണ് ഇവർക്ക് നിലനിൽപ്പിനായിട്ട് പൊരുതിയേ പറ്റൂ. ആ രാജ്യം ചെയ്യുന്ന കാര്യങ്ങൾ, ഇറാനിൽ അകത്തടങ്ങുന്ന കാര്യങ്ങളെ പറ്റി എനിക്ക് വ്യക്തമായി അനുകൂലിക്കുന്നില്ലെങ്കിൽ പോലും ഞാൻ പറഞ്ഞു വരുന്ന വെച്ചാൽ, ഇറാൻ വിൽ ഫൈറ്റ്. ഇറാൻ അവസാന നിമിഷം വരെ ഫൈറ്റ് ചെയ്യും. കാരണം സർവൈവലാണ്. കാരണം അവിടെ ഒരു മെക്കാനിസം ഉണ്ട്. അതുകൊണ്ട് എളുപ്പമല്ല. ഏകദേശം ട്രംപിന്റെ അല്ല, ഏകദേശം 8ഓളം അമേരിക്കൻ പ്രസിഡന്റുമാർ, കാർട്ടർ മുതൽ അതിനുശേഷം വന്നിരിക്കുന്ന ക്ലിന്റൺ, ബുഷ് അപ്പൻ മകൻ, പിന്നെ ജോ ബൈഡൻ, ഒബാമ ഒഴികെ. ഒബാമയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 8 കൊല്ലം, 2008 മുതൽ 2016 വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ കണ്ട കാർപ്പറ്റ് ബോംബിംഗ് ആയിരുന്നു. ഇവിടെ ഈ മിഡിൽ ഈസ്റ്റ് കംപ്ലീറ്റ് ലക്ഷക്കണക്കിന് ആളുകളെയാണ് ഒബാമയുടെ കാലഘട്ടത്തിൽ ആ സമയത്ത് കൊന്നൊടുക്കിയിരിക്കുന്നത്. കണ്ടതാണല്ലോ. അതുകൊണ്ട് അതിന് വേറെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇറാനെ ശക്തിപ്പെടുത്തുക. കാരണം സുന്നി ദേശങ്ങൾക്ക് ബദലായിട്ട് ഷിയ രാജ്യമായിട്ടുള്ള ഇറാനെ കൊണ്ടുവരാൻ ഒബാമ ശ്രമിച്ചു ആ കാലഘട്ടത്തിൽ. ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു ഇസ്രായേലിലും അറബ് ദേശങ്ങൾക്കും എതിരായിട്ട് ഒരു ഷിയ രാജ്യത്തെ കൊണ്ടുവരിക. 8ഓളം പ്രധാനമന്ത്രിയല്ല പ്രസിഡന്റുമാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് റെജീം ചേഞ്ച്, ഭരണമാറ്റം. എവിടെ അത് ട്രംപിന് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല. കാരണം ഒരുപാട് പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന 5-10 കപ്പൽ, 100ഓളം വിമാനവാഹിനി കപ്പലുകൾ, ഒരു അമേരിക്കൻ ഭടന്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും വീണ്ടും പറയുകയാണ്, ഇത് വലിയ പ്രശ്നത്തിലേക്ക് പോകും. ട്രംപ് അവസാന അറിവുകൾ പ്രകാരം പറയുകയാണ്, ട്രംപ് നിരാശനാണ് ട്രംപ് ഇരിക്കുന്നത്. ഫ്രസ്ട്രേറ്റഡ് എന്നാണ് പറയുന്നത്. കാരണം ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നില്ല. ട്രംപിന്റെ അഡ്വൈസർ ഞാനായിരുന്നെങ്കിൽ അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കിയേനെ, ഈ ഇറാനെ നിങ്ങൾ ഈ പറയുന്ന 5-10 കപ്പൽ കൊണ്ടിട്ടാലൊന്നും ഇറാനെ പേടിപ്പിക്കാൻ സാധിക്കില്ല. ഇറാൻ ലിബിയോ അല്ലെങ്കിൽ സിറിയോ അല്ല. അതിന് അവരുടെ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ആ രാജ്യത്തെ പുകഴ്ത്തി പറയില്ല. അവരുടെ മെക്കാനിസം ഉണ്ട്. ദേ വിൽ സർവൈവ്. അതായത് മുഴുവട്ടനാണ് അവിടെ ഭരിക്കുന്നത്. ദേ വിൽ ഡു സൂയിസൈഡ് അറ്റാക്ക്. ഏത് അറ്റം വരെയും പോകും പിടിച്ചു നിൽക്കാനായിട്ട്. അവരറ്റം വരെ പോയാൽ എന്തായിത്തീരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഒരുപക്ഷെ കാർപ്പറ്റ് ബോംബിംഗ് കൊണ്ടൊന്നും ആ രാജ്യത്തെ പിടിച്ചെടുക്കാൻ സാധിക്കും. വലിയൊരു പ്രദേശമാണ്. നിങ്ങൾ ഈ പറയുന്ന പോലെ അമേരിക്കയും ഇസ്രായേലും ഇങ്ങനെ പെട്ടെന്ന് യുദ്ധത്തിലേക്കൊന്നും പോകാനും പോകുന്നില്ല. ഇപ്പൊ ഒരുപാട് നാട്ടിലെ ഒരുപാട് അനലിസ്റ്റുകളൊക്കെ രാവിലെ മുതലേ ഇരുന്ന് പറയുകയാണ്, ഇന്ന് യുദ്ധം, നാളെ യുദ്ധം. പലരും പറയുന്ന ഒളിമ്പിക്സ് കഴിഞ്ഞാൽ യുദ്ധം, അടുത്ത ഞായറാഴ്ച യുദ്ധം. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. നടക്കുവാണെങ്കിൽ ഒരു ലിമിറ്റഡ് അറ്റാക്ക്, അതായത് ട്രംപിന്റെ പഴയ രീതി തന്നെ, അതായത് ബാഗ്ദാദി, പിന്നെ സുലൈമാനി, പിന്നെ അങ്ങനെ ഐസിസിന്റെ ഒരു ലിമിറ്റഡ് അറ്റാക്ക് ഉണ്ടാകാൻ പോകുള്ളൂ. കാരണം ഒരു ഫുൾ ഫ്ലെഡ്ജ് വാറിലേക്ക് ഇരു രാഷ്ട്രങ്ങൾക്കും, ഞാൻ ഇന്നും പറയുന്നു നാളെയും പറയുന്നു, പോകാൻ സാധിക്കില്ല. ഒരു ലിമിറ്റഡ് അറ്റാക്ക് ഒരു പക്ഷേ ഉണ്ടാകുമായിരിക്കും. കാരണം ഇവിടെ സാഹചര്യങ്ങൾ ചിലപ്പം മാറി മറിയും. പല രാഷ്ട്രീയപരമായിട്ട് കാലാവസ്ഥകൾ മാറുമ്പോൾ
ശ്രദ്ധ തിരിക്കാൻ വേണ്ടി. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു മന്ത്രിനെ കഴുത്തിൽ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ട് ഹോസ്പിറ്റലാക്കില്ല. ശ്രദ്ധ തിരിക്കൽ നാടകം പോലെ ഉണ്ടാകുകയേ ഉള്ളൂ. ഇന്നലെ വാർത്തകൾ വരുന്ന ഇറാൻ പറയുന്നു അവരുടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം കൊടുക്കാൻ തയ്യാറാണ്. 60% അവർ എന്തോ ഈ എൻറിച്ച് യുറേനിയം അവർ റഷ്യക്ക് കൈമാറാൻ അവർക്ക് അറിയാം. കാരണം ഇരു കൂട്ടരും ഏത് ലെവലിലേക്ക് പോകുന്ന ഒരു ചർച്ചകളിലേക്ക് പോയിട്ട് ഒരു വെടിനിർത്തൽ പോലെ പോകാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുള്ളൂ. അതല്ലാതെ ഇറാനിൽ എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ അത് അമേരിക്കയോ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങൾ വിചാരിച്ച് നടക്കില്ല. അവിടെ ഉള്ളിലുള്ള ജനങ്ങൾ, അതായത് കഴിഞ്ഞ ഒരു ജനുവരിയിൽ കണ്ട പോലെ പ്രൊട്ടസ്റ്റ് ബസാറുകൾ അടച്ചു അല്ലെങ്കിൽ യുവജനങ്ങൾ ഇറങ്ങി തിരിച്ചാലോ അതെന്ന് പറയുന്നത് നിസ്സാരം. നമ്മൾ കാരണം അവിടെ എവിടെയോ കാണുന്നതൊന്നും അല്ല. ഈ മീഡിയ പറയുന്ന പോലെ അവിടെ എവിടെയോ 10 ആൾ കൂടിയാലൊന്നും ഈ IRGS അല്ലെങ്കിൽ ഈ മെക്കാനിസം തകരില്ല. തകരണമെങ്കിൽ അതിനുള്ളിൽ നിന്നുകൊണ്ട് പകുതിയോളം ജനങ്ങൾ പുറത്തു വന്നാലേ പറ്റൂ. അത് ഈ ഒരു അവസ്ഥ ഞാൻ കാണുന്നില്ല. കാരണം ജനങ്ങൾക്ക് അതിനുള്ള കഴിവില്ല, ലീഡർ ഇല്ല അവിടെ. കാരണം ഒരു ഓപ്പോസിഷൻ ലീഡർ ഇല്ല, ഒരു മുന്നോട്ട് വരാൻ ഒരു നേതാവില്ല. ഏതോ ഒരു നേതാവ് സൂമിൽ ഇരുന്നുകൊണ്ട് അവർ അഭിസംബോധന ചെയ്യുന്നു. ദാറ്റ് വിൽ നോട്ട്, ഈ റെജീമിനെ മാറ്റാൻ സാധിക്കില്ല. നീ വ്യക്തമായി പറയാം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഒഴിവാക്കി. വെറുതെ രാവിലെ എന്താ പറയുക, ഒരു ക്രെഡിബിലിറ്റി കളയാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഇറാൻ വിഷയം എടുക്കാത്ത. പിന്നെ വരാനുള്ള കാരണം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ, ഇതൊരു വാറ് നടക്കാൻ പോകുന്നില്ല. നടന്നാൽ കാരണം ഇരു രാജ്യങ്ങൾക്കും, കാരണം അവർക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. അമേരിക്കയുടെ കപ്പലവിടെ കിടപ്പുണ്ട്. ഇറാൻ ആണെങ്കിൽ നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. കാരണം അവസാന അവസരമാണ്. കാരണം ഉള്ളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം എങ്ങനെയെങ്കിലും അവർക്ക് ഹോൾഡ് ചെയ്തില്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അവർ പരാധീനത്തിലേക്ക് പോവുകയാണ്. ഇൻഫ്ലേഷൻ നമ്മൾ കണ്ടതാണ്. എണ്ണ വ്യാപാരം നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരൊരു കാരണവശാലും അവസാന അവസരം പോലെ പിടിച്ചു നിൽക്കാൻ ഇറാനും ശ്രമിക്കും. അതുകൊണ്ട് ഇതൊരു ഒരു സൂയിസൈഡ് അറ്റാക്ക് അമേരിക്കയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ട്രംപ് അക്ഷമനായിട്ട് കാര്യമില്ല. ഇറാനെ പിടിച്ചു കെട്ടണമെങ്കിൽ അങ്ങനെ ബോംബ് കൊണ്ടോ അല്ലെങ്കിൽ കപ്പൽ കൊണ്ടൊന്നല്ല, അവരുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു വിപ്ലവം വന്നാലേ നടക്കൂ.